Hi dears, welcome to ACS online class. അപ്പോൾ എക്സാം എല്ലാം കഴിഞ്ഞ് എല്ലാവരും നമ്മൾ വീണ്ടും സ്റ്റഡീസിലോട്ട് കടക്കുകയാണ് അല്ലേ. എക്സാം ഒക്കെ എളുപ്പമായിരുന്നു, എല്ലാവർക്കും എളുപ്പമായിരുന്നു വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നമുക്കിനി നമ്മൾ പഠിച്ചതിൻ്റെ ബാക്കി ഭാഗങ്ങളിലോട്ട് കടക്കാം. നമ്മൾ എവിടെയാണ് പഠിച്ചു നിർത്തിയത് അവസാനം ഓർമ്മയുണ്ടോ? ചാപ്റ്റർ 9 ഹാഫ്സ് ആൻഡ് ക്വാർട്ടേഴ്സ് ആണ് അല്ലേ. പേജ് നമ്പർ 98, പേജ് നമ്പർ 97 വരെ പഠിച്ചിരുന്നു. ഇനി പേജ് നമ്പർ 98 എടുത്തോ എല്ലാവരും? ടെക്സ്റ്റ് ബുക്ക് എടുത്തോ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. മിസ് വായിക്കാം. കട്ടിംഗ് ദ കേക്ക്. പേജ് നമ്പർ 98 ആണ് കേട്ടോ. കട്ടിംഗ് ദ കേക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അല്ലേ. ബർത്ത്ഡേക്കൊക്കെ ആണെങ്കിലും ആനിവേഴ്സറിക്കൊക്കെ ആണെങ്കിലും നമ്മൾ കേക്ക് കട്ട് ചെയ്യാറുണ്ട് അല്ലെ. ഇഷ്ടമല്ലേ എല്ലാവർക്കും? ഇവിടെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ്. ആരുടെയാണ്? രജനിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ നടക്കുകയാണ്. രജനീസ് ഫാദർ ബ്രോട്ട് എ കേക്ക്. രജനിയുടെ നമ്മുടെ വീട്ടിൽ ആരായിരിക്കും മിക്കവാറും കേക്ക് വാങ്ങിച്ചുകൊണ്ട് വരുന്നത്? വാപ്പായിരിക്കും അല്ലെ. എന്ന് പറയുന്നത് പോലെ രജനിയുടെ ഫാദർ, രജനിയുടെ അച്ഛൻ ഒരു കേക്ക് വാങ്ങിച്ചുകൊണ്ട് വരികയാണ്. She divided the cake into 4 equal parts. രജനി നല്ല മിടുക്കി കുട്ടിയാണ്. ആ ഒരു കേക്കിനെ 4 തുല്യമായിട്ട് രജനി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഫോർ ഹെർസെൽഫ്, ഒരു പീസ് രജനിക്കാണ്. പിന്നെ ഹർ ബ്രദർ രാജു, മറ്റൊരു പീസ് കുഞ്ഞനുജൻ രാജുവിനാണ്. ഹർ ഫാദർ ആൻഡ് ഹർ മദർ, ഇനിയൊരു പീസ് അമ്മയ്ക്കാണ്. പിന്നെ ഒരു പീസ്, ബാക്കിയുള്ള പീസ് അച്ഛനാണ് അല്ലെ. ഒരു കേക്കിനെ 4 കട്ട് ചെയ്ത് കണ്ടോ? ഇങ്ങനെയല്ലേ 4 കട്ട് ചെയ്യുന്നത്? സർക്കിളിൽ നമുക്ക് 4 തുല്യമായിട്ട് കട്ട് ചെയ്യുന്നത് ഇങ്ങനെയല്ലേ. അതിന് ഈ ഒരു ഭാഗം രജനി എടുത്തു, രണ്ടാമത്തെ ഭാഗം രാജു അഞ്ജന് കൊടുത്തു, മൂന്നാമത്തെ ഭാഗം അച്ഛന് കൊടുത്തു, നാലാമത്തെ ഭാഗം അമ്മയ്ക്ക് കൊടുത്തു അല്ലെ. അങ്ങനെ 4 തുല്യ ഭാഗങ്ങളായിട്ട് മുറിച്ചിട്ട് 4 പീസ് അവർ 4 പേരൂടെ ഷെയർ ചെയ്തെടുത്തു അല്ലെ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കളർ ഈച്ച് ഷെയർ വിത്ത് ഡിഫറെന്റ് കളേഴ്സ്. അപ്പൊ നിങ്ങൾ ആ ടെക്സ്റ്റിന്റെ സൈഡിൽ കണ്ടോ ഒരു കേക്കിന്റെ ഫിഗർ കണ്ടോ? ഫസ്റ്റ് ഫിഗർ കണ്ടോ? ആ ഫസ്റ്റ് ഫിഗറിൽ അവർ 4 കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലെ. ആ കേക്ക് 4 കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ക്രയോൺസ് യൂസ് ചെയ്ത് ആ 4 ഭാഗവും ഇഷ്ടമുള്ള കളേഴ്സ് കൊടുത്ത് കളർ ചെയ്യുക. ഓക്കെ. അപ്പൊ ഫസ്റ്റ് രജനിയുടെ ആ ഒരു ഭാഗത്തിന്, ആ കേക്കിന്റെ ആ കിട്ടിയിരിക്കുന്ന ആ കേക്കിന്റെ ഭാഗത്തിന് ഒരു ഗ്രീൻ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇഷ്ടമുള്ള മറ്റൊരു കളർ ആണെങ്കിൽ ആ കളർ പിന്നെ ബാക്കിയുള്ള സ്ഥലത്തൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ. 4 കളേഴ്സ് വേണം യൂസ് ചെയ്യാൻ. ആ ഫസ്റ്റ് കേക്കിന്റെ ഫിഗറിൽ ആ കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 4 കളറുകൾ ഉപയോഗിച്ച് കളർ ചെയ്യുക. ഓക്കെ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എളുപ്പമായിരുന്നു, എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഹൗ മച്ച് ഡസ് ഈച്ച് ഗെറ്റ്? അങ്ങനെയെങ്കിൽ ഓരോ വ്യക്തികൾക്കും എത്ര വീതം കിട്ടിയിട്ടുണ്ട് അല്ലെ. എത്ര വീതം കിട്ടിയിട്ടുണ്ട് ഞാൻ കണ്ടുപിടിക്കാം. ഇവിടെ ഒരു സർക്കിളിനെ അല്ലെങ്കിൽ ഒരു കേക്കിനെ 4 ഡിവൈഡ് ചെയ്തു. അപ്പോൾ താഴത്ത് വരുന്ന ആ ഡിനോമിനേറ്റർ എന്താണ്? 4 ആണ്. 4 ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 1 2 3 4. ഓരോരുത്തർക്കും കിട്ടിയത് ഒരു പീസാണ് അല്ലെ. അപ്പൊ ഓരോരുത്തർക്കും കിട്ടിയത് ഒരു പീസാണ്. അപ്പൊ ഓരോരുത്തരുടെയും ഷെയർ എന്താണ്? 1/4 അല്ലെ. 1/4 എന്നാണ് ഓരോരുത്തരുടെയും ഷെയർ. അവിടെ എഴുതുക. ഈച്ച് person gets 1/4 part of the cake. Okay, 1/4. 1/4 എങ്ങനെ എഴുതുന്നത്? 1/4 part. th മുകളിൽ എഴുതുക, ചെറുതാക്കി മുകളിൽ എഴുതുക. Each person gets 1/4 part of the cake. Each person, P-E-R-S-O-N, person gets 1/4 part of the cake. P-A-R-T, part of the cake, of the cake. Each person gets 1/4 part of the cake. ഇനി അപ്പൊ ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ. Mother gave her share of cake to Rajani.
ആ അമ്മയ്ക്ക് ഒരു ഷെയർ ഉണ്ടായിരുന്നു അല്ലെ, അമ്മയ്ക്ക് ഒരു ഷെയർ ഉണ്ടായിരുന്നു. ആ ഷെയർ അമ്മ എന്ത് ചെയ്തു, ബർത്ത്ഡേക്കാരിയായ രജനിക്ക് തന്നെ കൊടുത്തല്ലേ. ബർത്ത്ഡേക്കാരിയായ രജനിക്ക് തന്നെ അമ്മയുടെ ആ കേക്കിന്റെ പീസ് കൊടുത്തു. Now color the total part that Rajini will get. അപ്പോൾ സെക്കൻഡ് ആ കേക്കിന്റെ പടം കണ്ടോ, അത് രണ്ടാമത്തെ ആ ഒരു പടം കളർ ചെയ്യുക. അങ്ങനെയെങ്കിൽ രജനിക്ക് കിട്ടിയ ടോട്ടൽ ഷെയർ എന്താണ്, ടോട്ടൽ എത്ര പാർട്ടാണ് കേക്കിന്റെ കിട്ടിയത്. രജനിക്ക് ആദ്യം ഒരു കേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ. പിന്നെ ഉള്ളത് അനിയന്, അമ്മയ്ക്ക്, അച്ഛനും അല്ലെ, തുല്യമായി വീതിച്ചു വെച്ചിരിക്കുകയാണ്. ഇനി അമ്മയും കൂടെ രജനിക്ക് കേക്കിന്റെ പീസ് കൊടുത്തു. അപ്പൊ രജനിക്ക് കിട്ടിയത് എത്ര കേക്കാണ്, പകുതി കേക്കാണ് അല്ലെ. അപ്പൊ ഒരു പകുതി കംപ്ലീറ്റും ഒരു കളർ ഉപയോഗിച്ച്, ക്രയോൺ ഉപയോഗിച്ച്, ഒരൊറ്റ ക്രയോൺ ഉപയോഗിച്ച് തന്നെ ആ ഒരു പകുതി ഭാഗവും കളർ ചെയ്യുക. രണ്ടാമത്തെ കേക്കിന്റെ ഫിഗറിൽ ഒരു പകുതി ഭാഗം രജനിയുടെ ഷെയർ ആയല്ലേ, കാരണം അമ്മയുടെ പീസോടെ അമ്മ രജനിക്ക് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ആ പകുതിയോളം അവിടെ കളർ ചെയ്യുക. എന്നിട്ട് ആ ക്വസ്റ്റ്യന് നേരെ മദർ ഗീവ് ഹർ ഷെയർ ഓഫ് കേക്ക് ടു രജനി. നൗ കളർ ദ ടോട്ടൽ പാർട്ട് ഓഫ് ദ രജനി വിൽ ഗെറ്റ്. അവിടെ രജനിക്ക് കിട്ടിയ ഷെയർ 1/4 ആയിരുന്നു. പിന്നെ അമ്മയുടെ ഷെയർ കൂടെ കൊടുത്തു. 1/4 + 1/4 ആണ്. അപ്പൊ ആൻസർ എന്താണ്, 1/4 + 1/4 എന്ത് കിട്ടും, മുകളിലത്തെ ന്യൂമറേറ്റർ എന്ന് പറയും, താഴത്തെ നമ്പറിനെ ഡിനോമിനേറ്റർ എന്ന് പറയും. ഫസ്റ്റ് മുകളിലത്തെ നമ്പറിനെ ന്യൂമറേറ്റർ, താഴത്തെ നമ്പറിനെ ഡിനോമിനേറ്റർ എന്ന് പറയും. മുകളിൽ എഴുതുന്ന നമ്പറിനെ NUMERATOR ന്യൂമറേറ്റർ, ന്യൂമറേറ്റർ എന്ന് പറയും. രണ്ട് ഫ്രാക്ഷൻസ് തമ്മിൽ ആഡ് ചെയ്യാൻ പറയുകയാണെങ്കിൽ ഈ താഴത്തെ ഡിനോമിനേറ്റർ ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മുകളിലത്തെ രണ്ട് ആ ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്യാം. 1 + 1 എന്താണ്, 2 ആണ്. താഴത്തെ ഡിനോമിനേറ്റർ അതുപോലെ തന്നെ എഴുതാം, 2/4. ഓക്കെ, 2/4 തന്നെ. 2/4 എന്ന് വെച്ചാൽ എന്താണ്, 4 ഡിവൈഡ് ചെയ്തേക്കുന്നതിൽ 2 ഭാഗം അല്ലെ. കുറച്ചുകൂടെ സിമ്പിൾ. ഈ 2/4 നമുക്ക് കുറച്ചുകൂടെ സിമ്പിൾ ആക്കി 1/2 എന്ന് എഴുതിയാലും തെറ്റില്ല. കാരണം എന്താ, ഒരു കേക്കിന്റെ 2/4 എന്ന് പറഞ്ഞാൽ എന്താണ്, 4 ഡിവൈഡ് ചെയ്തെങ്കിൽ 2 ഭാഗവും, അതാണ് 2/4 അല്ലെ. ആ 2/4 എന്ന് പറയുന്നത് ആ കേക്കിന്റെ പകുതി തന്നെയാണ് എന്ന് ആ ക്വസ്റ്റ്യൻ അവിടെ എഴുതിയിട്ടുണ്ടാവണം. 1/4 + 1/4 = 2/4 അല്ലെങ്കിൽ 1/2 എന്ന് എഴുതിയിട്ടുണ്ടാവണം. എന്നിട്ട് ആ സെക്കൻഡ് ഫിഗർ അവിടെ കളർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്രയോൺ ഉപയോഗിച്ച് ഒരു ഹാഫ് പാർട്ട് കേക്ക് കളർ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഔട്ട് ഓഫ് 4 പാർട്സ് രജനി വിൽ ഗെറ്റ് 2 പാർട്സ് അല്ലെ. ആ 4 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് 2 ഭാഗങ്ങളാണ് രജനിക്ക് കിട്ടുന്നത് അല്ലെ. കാരണം അമ്മയുടെ ഭാഗവും കിട്ടും, രജനിയുടെ ഭാഗവും കിട്ടും. ടോട്ടൽ 2 ഭാഗങ്ങളാണ് രജനിക്ക് കിട്ടുന്നത്. അപ്പൊ അവിടെ എഴുതി കൊടുത്ത എല്ലാവരും, ഔട്ട് ഓഫ് 4 പാർട്സ് രജനി വിൽ ഗെറ്റ് 2 പാർട്സ് വിച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ദ കേക്ക്. മിസ് നേരത്തെ പറഞ്ഞതുപോലെ രജനിക്ക് കിട്ടുന്ന ഷെയർ എന്താണ്, ആ കേക്കിന്റെ പകുതി ഭാഗമാണ് അല്ലെ. ഔട്ട് ഓഫ് 4 പാർട്സ് രജനി വിൽ ഗെറ്റ്, ആ ഡാഷിന്റെ അവിടെ 2 എന്ന് എഴുതുക, 2 parts which is equal to half of the cake. ഇനി so she can write it as 2/4. ആ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നതിൽ 2 ഭാഗം അല്ലെ, 2/4 അല്ലെ, 2/4 or 1/2. മിസ് നേരത്തെ പറഞ്ഞ പോലെ 2/4 നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 / 2 1 ആണ്, 4 / 2 എന്താണ്, 2 ആണ്. ഓക്കെ, അപ്പൊ 2 എന്ന നമ്പറിനെ കൊണ്ട് ഈ 2 നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്താൽ ഉത്തരം എന്ത് കിട്ടും, 2 / 2 എന്താണ്, 1 ആണ് ആൻസർ വരുന്നത്. ആ 1 ന്യൂമറേറ്ററിൽ എഴുതി. ഇനി ഡിനോമിനേറ്ററിലുള്ള 4 / 2 എന്താണ് 2 ആണ് ആൻസർ. അപ്പോൾ അത് ഡിനോമിനേറ്ററിൽ എഴുതി. ഓക്കെ, 2/4 എന്ന് പറയുന്നത് ആ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നതിൽ 2 ഭാഗമാണ്, അതായത് പകുതിയോളം ഭാഗം. ആ പകുതിയെ നമുക്ക് 1/2 ഹാഫ് എന്ന് പറയാം, സിമ്പിൾ ആയിട്ട് പറയാം. ഇനി മിസ് ഇപ്പോൾ പറഞ്ഞ പോലെ ഈ ഡിവൈഡ് ചെയ്യുന്ന കാര്യം ഓർക്കണ്ട അല്ലെ. 4ന്റെ പകുതിയാണ് 2 അല്ലെ, 4ന്റെ പകുതിയല്ല. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാം. ഇവിടെ എന്താണ്
2ന്റെ പകുതിയാണ് 1 അല്ലെ. ഇവിടെ 1/2 എന്ന് പറഞ്ഞാൽ 2/4 എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്തത്, അപ്പൊ ഫസ്റ്റ് രണ്ട് കേക്കും നിങ്ങൾ കളർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ബിഫോർ രജനീസ് മദർ ഗേവ് ഹർ ഷെയർ ടു രജനി, ഷീ ഹാഡ് ഓൺലി 1/2 ഓഫ് ഹാഫ് ദ കേക്ക് അല്ലെ. രജനിയുടെ അമ്മ രജനിയുടെ അമ്മയുടെ ആ കേക്കും കൂടെ രജനിക്ക് കൊടുക്കുന്നതിന് മുൻപായിട്ട് രജനിയുടെ കയ്യില് പകുതി കേക്കിന്റെ പകുതിയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഇപ്പൊ ഒരു കേക്ക് കണ്ടോ, 4 ഡിവൈഡ് ചെയ്തു കണ്ടോ. അതിൽ ഈ ഒരു ഭാഗം കൺസിഡർ ചെയ്തേ, ഈ ഒരു ഭാഗം മാത്രം കണ്ടോ, ഈ ഒരു ഭാഗം മാത്രം ഒന്ന് വിചാരിച്ചേ കണ്ടോ. ആദ്യം രജനിക്ക് ഉണ്ടായിരുന്നത് ഒരൊറ്റ പീസ് മാത്രമായിരുന്നില്ലേ അല്ലെ. പിന്നീടല്ലേ ഈ പകുതി പീസോടെ അമ്മ കൊടുത്തത്. അപ്പൊ ഫസ്റ്റ് രജനിയുടെ കയ്യിൽ ഉണ്ടായിരുന്നത് എന്താണ്? പകുതി കേക്കിന്റെ പകുതി പീസ് മാത്രമായിരുന്നു അല്ലെ. ഫസ്റ്റ് അമ്മ രജനിക്ക് കേക്ക് കൊടുക്കുന്നതിന് മുൻപായിട്ട് രജനിയുടെ കയ്യിൽ എത്ര പീസ് കേക്ക് ഉണ്ടായിരുന്നു? പകുതി കേക്കിന്റെ പകുതി അല്ലെ. അതായത് ടോട്ടൽ പറയാനാണെങ്കിൽ എങ്ങനെയാണ്? എങ്ങനെയായിരിക്കും? 1/4 പാർട്ടാണ് അല്ലെ. 4 ഡിവൈഡ് ചെയ്തിരിക്കുന്നതിൽ ഒരു പാർട്ട് 1/4 പാർട്ടായിരുന്നു ആദ്യം രജനിയുടെ കയ്യിൽ ഉണ്ടായിരുന്നത് അല്ലെ. ബിഫോർ രജനീസ് മദർ ഗേവ് ഹർ ഷെയർ ടു രജനി, ഷീ ഹാഡ് ഓൺലി ഹാഫ് ദ കേക്ക്. പകുതി കേക്കിന്റെ പകുതിയെ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ രജനിയുടെ കയ്യിൽ അമ്മ കൊടുക്കുന്നതിന് മുൻപ്. വിച്ച് ഇസ് 1/4 ഓഫ് ടോട്ടൽ കേക്ക്. അതായത് ടോട്ടൽ കേക്ക് എന്ന് പറയുന്നതിന്റെ 1/4 ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഇനി നമ്മുടെ 5th ക്വസ്റ്റ്യൻ. കളർ ഷെയർ രാജു ഗോട്ട്. രാജുവിന് കിട്ടിയ കേക്കിന്റെ ഭാഗം ഒന്ന് കളർ ചെയ്യാനാണ് പറയുന്നത്. ആ 3ാമത്തെ കേക്കിന്റെ ഫിഗറിൽ കളർ ചെയ്ത് കൊടുക്കുക. രാജു എന്ന് പറയുന്ന ആ കുഞ്ഞനുജന് കിട്ടിയത് എന്താണ്? ഒരു ഭാഗം മാത്രമായിരുന്നില്ലേ. അപ്പൊ ആ ഒരു ഭാഗം മാത്രം കളർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. ഇനി അടുത്തത് 6th ക്വസ്റ്റ്യൻ. ആ ഒരു ഭാഗം എന്ന് പറയുന്നത് 1/4 ആണല്ലേ. 4 ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഒരു ഭാഗമാണ് രാജുവിനും കിട്ടിയത്. രാജുവിന് കിട്ടിയ ആ കേക്കിന്റെ ആ ഒരു ഭാഗത്ത് മാത്രം ഇഷ്ടമുള്ള ക്രയോൺ ഉപയോഗിച്ച് കളർ ചെയ്ത് കൊടുക്കുക. ഇനി ഹൗ മച്ച് ഓഫ് ദ കേക്ക്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഹൗ മച്ച് ഓഫ് ദ കേക്ക് ഡു രജനി ആൻഡ് രാജു ടുഗദർ ഗെറ്റ്? കളർ ദ ടോട്ടൽ ഷെയർ. അങ്ങനെയുണ്ട്. ഇപ്പൊ രജനിക്ക് അമ്മ കൊടുത്തു അല്ലെ. രജനിക്ക് പകുതി ഭാഗത്തോളം കിട്ടി. രജനിയുടെ ഷെയർ രജനിക്ക് കിട്ടി, അമ്മയുടെ ഷെയർ രജനിക്ക് കിട്ടി. ഇനിയോ രാജുവിന്റെ ഷെയർ രാജുവിന് കിട്ടി അല്ലെ. അങ്ങനെയെങ്കിൽ ഹൗ മച്ച് ഓഫ് ദ കേക്ക് ഡു രജനി ആൻഡ് രാജു ടുഗദർ ഗെറ്റ്? രജനിക്കും രാജുവിനും കിട്ടിയ ടോട്ടൽ കേക്കിന്റെ ഷെയർ എത്രയാണ്? കളർ ദ ടോട്ടൽ ഷെയർ. ഈ 3 ഭാഗം കളർ ചെയ്യുക. കാരണം എന്താണ്? രജനിക്ക് ഒരു 1/4 കിട്ടി, പിന്നെ അമ്മ കൊടുത്ത 1/4, അപ്പൊ പകുതിയായി. രാജുവിന്റെ 1/4 ഉണ്ട് അല്ലെ. രജനിക്ക് 1/4 ആദ്യം ഉണ്ടായിരുന്നു, അമ്മ ഒരു 1/4 കൊടുത്തു, പിന്നെ രാജുവിന്റെ ഷെയർ കൂടെ കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ ടോട്ടൽ എത്രയായി? മോളിൽ 1 + 1 + 1 എന്താണ്? 3 ആണ്. 3/4, മുക്കാൽ ഭാഗം 3/4. രജനിക്കും രാജുവിനും കൂടെ കിട്ടിയ കേക്കിന്റെ ഷെയർ എന്താണ്? 3/4 അല്ലെ. 4 ഡിവൈഡ് ചെയ്തിരിക്കുന്നത് 3 ഭാഗവും നമ്മൾ രജനിക്കും രാജുവിനും, അനിയനായ രാജുവിനും കിട്ടിയതിന്റെ ഷെയർ ആണ്. അപ്പൊ ആ 3 ഭാഗവും ഒരു കളർ ഉപയോഗിച്ച് കളർ ചെയ്യുക. ലാസ്റ്റ് ഫിഗർ കളർ ചെയ്യുക. All together they get 3 parts out of 4. So we can write it as 3/4 അല്ലെ. അവർക്ക് 2 പേർക്കും കൂടെ ആ കേക്കിന്റെ 3 ഭാഗം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കതിനെ 3/4 എന്ന് പറയാം. ഓക്കെ. അപ്പൊ കേക്കിന്റെ ആ ഒരു കഥ ഇവിടെ കഴിഞ്ഞു അല്ലെ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനെ കോൺടാക്ട് ചെയ്യുക. ഏതെങ്കിലും തരത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനെ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എഴുതിയാൽ മതി. കളർ ചെയ്യേണ്ടത് ടെക്സ്റ്റ് ബുക്കിൽ തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.